ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടല്ലേ? അത് വൈകുന്നേരമൊക്കെ എക്സ്പോയുടെ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് ഹാഷ്മി ഇതാണ് നമ്മുടെ ഈ സ്ഥലം തന്ന ആൾ. ഓക്കെ ഓക്കെ ഓക്കെ. പരിചയമുണ്ട്. ആദ്യം എറണാകുളത്ത് പരിചയമുണ്ട്. നമ്മള് പരിചയമുണ്ട്. നിങ്ങളെ പരിചയപ്പെട്ടിട്ടില്ല. എന്തായാലും വളരെ സന്തോഷം അല്ലേ? നിങ്ങളുടെ ഫുൾ നെയിം എങ്ങനെയാ? സബാഹ് കൊണ്ടുപോയിക്കൽ. അതാണ് സഭാ സ്ക്വയർ അല്ലേ? ഓക്കെ. നമ്മള് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സഭാ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിന്റെ നമ്മൾ അറിഞ്ഞു. സ്പോർട്സ് ആണ്. അതിന്റെ കാലം സ്പോർട്സ് ആണ് ലഹരി. സ്പോർട്സ് അത് ആദ്യമുള്ള ലഹരിയാണ്. ചെറു പ്രായത്തിലുള്ള ലഹരിയാണ്. ഇപ്പോഴത്തെ ലഹരിയല്ല. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മള് വേങ്ങരയിൽ ഒരു കളിക്കാനോ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സഭാ സ്ക്വയർ എന്നുള്ള ഒരു ആശയം ഇവിടെ ഉണ്ടായതും അതിന് കൂടുതൽ നമ്മൾ നടക്കാനുള്ള ഒരു വാക്കിംഗ് ട്രാക്ക് ഉണ്ട്, അതേപോലെ ജിമ്മുണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും. നമ്മുടെ ഈ ആകാശ ദൃശ്യങ്ങളിലൂടെ ഈ സഭാ സ്ക്വയർ എന്താന്ന് പ്രേക്ഷകർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. താങ്കൾ ഇതിന്റെ ആളാണോ? ഈ സ്ക്വയറിന്റെ ആളാണോ? ഇവിടെ ആദ്യം ഇവിടുത്തെ നടത്തം തുടങ്ങിയ ആൾ ഇയാളാണ്. ജീവിത സ്ക്വയർ ആയോ? നടന്ന് മന്ത്രി റിയാസിന്റെ അടുത്ത് മെമ്പർഷിപ്പ് കിട്ടിയാണോ? ആണോ? ഓ സന്തോഷം. അപ്പൊ നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. നമ്മള് ഇവിടെ എത്തിയത് അറിയാമല്ലോ, മലപ്പുറം ജില്ലയിലെ നമ്മുടെ 2ാം ദിവസമാണ് നമ്മുടെ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങളെയൊക്കെ നമ്മുടെ കോഴിക്കോടൊക്കെ ക്ഷണിക്കുക. 20-ാം തീയതി നമ്മളൊന്ന് കസറും. അതായത് MDMA വിൽപ്പനക്കാരനും രാസലഹരിക്കാരനും ഒന്നും ഞെട്ടണം. നമ്മുടെ ശക്തിയുണ്ട്. അല്ല, നിങ്ങളോട് ഒന്നിച്ചാലേ കസറാൻ പറ്റുമോ? എന്നുവെച്ചാൽ നമ്മുടെ ശക്തി കണ്ട അവർ ഭയക്കണം. അതുകൊണ്ട് ഇതിനകത്ത് കൂടുതലും ഈ പരിപാടിയായിട്ട് ഇറങ്ങുന്ന കുറെ മലയാളികളുണ്ട്. അവന്മാരൊക്കെ സ്ഥലം വിടണം. ഇങ്ങോട്ടോ പൊക്കോട്ടെ. ഇവിടെ ഈ നാട്ടിൽ ഈ പാവം കുരുന്നുകളെ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പൊ നിങ്ങൾ എല്ലാരും ഇവിടെ വരണേ. അപ്പൊ എല്ലാവരും ഞാൻ കോഴിക്കോടൊക്കെ ക്ഷണിക്കുകയാണ്. എന്റെ പേര് ബഷീർ മമ്പുറം. സാമൂഹ്യ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാ അങ്ങയുടെ പ്രവർത്തന മേഖല? ഞാനിപ്പം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് വിശിഷ്യ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കീഴില് പിന്നെ ഉള്ള സംഘടനയാണ്. അതിന്റെ ഫൗണ്ടറാണ്, സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഭിന്നശേഷിക്കാരുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ബഷീർ മമ്പുറം. ബഷീർ മമ്പുറം. മമ്പുറം സ്ഥലപ്പേരാണോ? മമ്പുറം സ്ഥലപ്പേരാണ്. ഓക്കെ. വളരെ സജീവമാണ്. സജീവാവട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയാണ് നമ്മൾക്ക് ആവശ്യം. സപ്പോർട്ട്. നമ്മുടെ ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണത്തെ കുറിച്ചൊക്കെ അങ്ങ് അറിഞ്ഞല്ലോ സാറേ. അങ്ങ് 40 വർഷം അങ്ങയുടെ പിന്നെ മാധ്യമ ജീവിതം പൂർത്തീകരിച്ചിട്ട് ഇത്തരത്തിലൊരു പരിപാടി എന്ന് പറയുമ്പോൾ ഇത് കേരള ജനത അങ്ങേയറ്റം നെഞ്ചിലേറ്റുന്ന പരിപാടിയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്ന്. ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അത് തന്നെ. അപ്പൊ ഇതില് ഏറ്റവും പ്രയാസപ്പെടുന്നത് രക്ഷിതാക്കളാണ്, വിശിഷ്യ അമ്മമാരാണ്. അവരാണ് ഇത് ആദ്യം അറിയുന്ന കുട്ടികളിലൂടെ. അങ്ങനെ അമ്മമാരെ ടോർച്ചർ ചെയ്തിട്ട് അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികൾ ഇതിന് പൈസ കണ്ടെത്തുന്നത്. അവരാണ് ഈ പ്രയാസങ്ങൾ ആദ്യം അറിയുന്നത്. അഭിമാനത്തിന്റെ പേരിലും മറ്റു പ്രയാസങ്ങൾ കൊണ്ട് ഇത് പുറത്തു പറയാൻ കഴിയാതെ വീർപ്പ് മുട്ടിക്കൊണ്ട് കണ്ണീരൊഴുക്കി കഴിയുന്ന ഒരുപാട് അമ്മമാര് നമുക്ക്. അപ്പൊ ഈ യുവത്വത്തെ കാർന്നു നിന്ന ഈ വിപത്തിനെ, സാമൂഹ്യ വിപത്തിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് അങ്ങിങ്ങനെ കേരളം ഒട്ടുക്കൊരു യാത്ര 10ാമത് ഞങ്ങളെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയിലെത്തി. ഇവിടെ ഈ മലപ്പുറം ജില്ലയുടെ ഖ്യാതി എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. അതോടൊപ്പം തന്നെ ആതിഥേയത്വത്തിലും പിന്നെ സാഹോദര്യം. അത് ഞങ്ങൾക്ക് ഇവിടെ കയറിയപ്പോ തന്നെ മനസ്സിലായി അല്ലേ? അതല്ല, ഞങ്ങള് നമ്മുടെ PNMM ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി. അപ്പൊ അവിടെ നമ്മൾ കണ്ട ഒരു പ്രത്യേകത, മാനേജർ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, അവിടെ 300 അധ്യാപകരുണ്ട്, അതിൽ 260 പേര് ഹിന്ദുക്കളാണ്. ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട. നമ്മുടെ തിരുമാന്താംകുന്നിലെ യാത്ര സ്വീകരിച്ചത്. അതെ അതെ, ഔനവർലി തങ്ങളായിരുന്നു അവിടെ. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് ഒന്ന് പോകാനുള്ള പ്ലാനുണ്ട്. ഓക്കെ, സാദിഖലി തങ്ങളെയൊക്കെ നമുക്കൊന്ന് കാണണം. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങേക്ക് 20-ന് കോഴിക്കോട് നടക്കുന്ന പരിപാടിയിൽ താങ്കളെ എക്സ്പെക്ടേഷൻ 1 ലക്ഷമാണെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് താങ്കൾ ഇപ്പൊ ഇത് കുറിച്ചു വെച്ചോളൂ മനസ്സിലെ. 1 ലക്ഷമല്ല, 10 ലക്ഷത്തോളം അടുത്ത ആൾക്കാർ വരട്ടെ. എനിക്കൊരു പേടിയുണ്ട്. പക്ഷെ നമ്മൾ ഈ അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ അവിടെ സംഘടിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല്, അവർ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരുപാട് മലയാളികളുണ്ട് ഈ ഇത് കടത്തുന്നതില്. അവന്മാര് മനസ്സിലാക്കണം, മലയാളികൾ സംഘശക്തിയായിട്ട് വരിക. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, വാലും പൊക്കി സ്ഥലം വിട്ടോണം, ഓടിക്കോളാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മള് എന്നുവെച്ചാൽ നമ്മുടെ കരുത്ത് അവർക്ക് തെളിയിച്ചു കൊടുക്കണം. മലയാളി സമൂഹത്തിനകത്ത് കക്ഷി രാഷ്ട്രീയമോ ജാതിയോ ഇതൊന്നും പൊതുപ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊന്നും ഉയർന്നു വരാറില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനും, ഇതിനി നിയന്ത്രിക്കുന്ന അന്തർദേശീയ മാഫിയ ഉണ്ടല്ലോ, അമ്മാര് ഉപകരണങ്ങൾ വഴി ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കാനും കേരളത്തിൽ ഇതൊന്നും ചിലവാകത്തില്ല എന്നുള്ളത്. ഓക്കെ, ഒരു വാർത്തയിൽ പോണം. അപ്പോ എല്ലാവർക്കും സന്തോഷം.
റൗണ്ട് 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 160 കിലോമീറ്റർ 24 മണിക്കൂർ കൊണ്ട് ഓടിയ ഒരു വേങ്ങരക്കാരുണ്ട് ഇവിടെ. ഒരു ലോങ് റേസേഴ്സ് എന്ന് അതാരാ പറഞ്ഞാൽ പാർട്ടി? ഇവര് 24 അവറിലെ ആ. 160 കിലോമീറ്റർ ആണ് ഇവർ ഓടുന്നത്. ഏകദേശം 100ഓളം പേരുണ്ട്. വേങ്ങറിന്റെ ഒരു എന്താ പറയാ, വേങ്ങറിന്റെ ഒരു മുത്തുകളാണ് ഇവര്. വേങ്ങന്റെ മുത്ത്. അപ്പൊ വേങ്ങന്റെ മുത്തുകളെ നമുക്ക് പരിചയപ്പെടുത്താം. ഹലോ, സന്തോഷം. യമുനന്റെ വല്യപ്പൻ പാട്ടുകാരി യമുനന്റെ ആണോ? ഓ, അത് ശരി ശരി, ഓക്കെ. സന്തോഷം സന്തോഷം.